ഫുഡ് ഫെസ്റ്റിവലിന് പോവുകയാണ് കേട്ടോ. അപ്പം നല്ല വെതറാണിന്ന്. സൗത്താംപ്ടണിലാണ് ഫുഡ് ഫെസ്റ്റിവൽ. അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്നത്തെ സെലിബ്രേഷൻ അതാണ്. അവിടെ പോവുക, എൻജോയ് ചെയ്യാം. സൗത്താംപ്ടണിലെ കമ്മ്യൂണിറ്റി അവിടുത്തെ ഹോസ്പിറ്റലിൽ ചിൽഡ്രൻ്റെ ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന് വന്നിരിക്കുകയാണ് ഗായ്സ്. അവിടെ എവിടെയാണ് പോയിരുന്ന് കഴിക്കാം. നമ്മൾ ഉഴുന്നുവടിയൊക്കെ ആയിട്ട് തക്കടുമൊക്കെ എഗ് പപ്സുമായിട്ട് ഞങ്ങളിങ്ങനെ വന്നു. അപ്പോഴതിനവിടെ സാരി, ജ്വല്ലറീസ്, കമ്മലുകൾ. ഞാൻ അവിടെ നിന്ന് 2 കമ്മലുകളൊക്കെ മേടിച്ചിട്ടോ. നല്ല ചീപ്പറായിരുന്നു. 2 പൗണ്ട് 2.50 നല്ല പൈസയുടെയും ഉള്ളതുണ്ട്. അപ്പം കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് ആയിരുന്നു. പിന്നെ ഫുഡ് സ്റ്റാൾസ് ആണ് കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. Prior to this. Do you want to taste it some more? I can give it Ishtalla. Test Valley Council have actually made it as well. That's such an amazing shout out and a big round of applause for Test Valley community and Chicken. That's a porota takadu. You can. That's from അത് വീട്ടിൽ കൊണ്ടേ കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ കഴിക്കാൻ പോകും. വേണ്ട, ഇപ്പൊ കഴിക്കണ്ട. ഞാനിപ്പോൾ കഴിക്കാൻ. ഇപ്പൊ കഴിക്കണ്ട. ചിക്കൻ മതി. അപ്പം ഫുഡ് ഫെസ്റ്റിവലിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫാഷൻ ഷോ നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ സ്റ്റേറ്റ്സിലെ ആൾക്കാർ നടത്തുന്ന ഫാഷൻ ഷോയാണ്. അപ്പോൾ കേരളത്തിലെ ഫാഷൻ ഷോ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സൗത്താംപ്ടണിൻ്റെ മേയറും ഇതിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഫാഷൻ ഷോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന നമ്മുടെ ടീന ഒക്കെ ഉണ്ടായിരുന്നു, സൗത്താംപ്ടണിൻ്റെ താരം. അപ്പം നമ്മുടെ ഓരോ ട്രഡീഷണൽ നമ്മുടെ എല്ലാവരും തന്നെ സാരി, ഹാഫ് സാരി അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ട് എനിക്ക് അത് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നല്ല ആയിട്ട് ഓർഗനൈസ് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു. അവർ നേരത്തെ എല്ലാവരെയും ഇമെയിൽ അറിയിച്ചു. അപ്പം ഇതിൻ്റെ ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് അവിടെ കാണാം. siacs.org എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുക. അപ്പം നമുക്കൊരു കൺഫർമേഷൻ ഇമെയിൽ അയച്ചു തരും. അതിനകത്തൊരു QR കോഡുണ്ട്. അത് QR കോഡുമായിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്താണ് എൻട്രി. അതുപോലെ തന്നെ കാർ പാർക്കിംഗ് ഫ്രീ ആയിരുന്നു. അപ്പം നമ്മളവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ ഇംഗ്ലീഷ് ആൾക്കാരും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫുഡുകൾ എപ്പോഴും എൻജോയ് ചെയ്യുന്നത് അവരും കൂടിയാണ്. അപ്പം ഇതെല്ലാം അവിടുത്തെ ഇൻഫർമേഷൻസ് എല്ലാം എന്താ പറയുക, ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരുന്നത്. ഓരോന്ന് റെസിപ്പി, എന്താണ് ഫുഡ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരുന്നു. അതുപോലെ ഈ പ്രോഗ്രാമൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷിൽ തന്നെയാണ് അതിൻ്റെ എന്താണ് ഓരോ ഇതിൻ്റെയും മീനിങ്, ഓരോ ഡ്രസ്സിൻ്റെയും മീനിങ് എന്താണ്, ഏത് പാർട്ടിൽ നിന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് കൊണ്ട് അവർക്കും നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ആവുന്നുണ്ടായിരുന്നു. നല്ല കമ്മ്യൂണിക്കേഷനായിരുന്നു, നല്ല ഓർഗനൈസേഷനായിരുന്നു. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഈ ആളെ നമ്മൾ അറിയുന്നതാണ്, നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോയി. അപ്പം എന്താ പറയുക, നിങ്ങളിത് ആസ്വദിക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മ്യൂസിക് കേൾപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര എനിക്ക് പ്രോബ്ലംസ് ഉണ്ടാകും കേട്ടോ. അപ്പം ഞാൻ അല്ലാതെ ഇതാണ് നമ്മുടെ ടീന. നമുക്ക് വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, വരും. ഓക്കെ.
Let's give it up to Neelima Srinath, Vishnupriya Raji, Jaya Raj, Rajita Sanil, Manjari.
അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തമിഴിയൻസിൻ്റെ സ്റ്റൈലാണ്. അവരുടെ ഓരോ ലൈക്ക് നമ്മുടെ ഗ്രാമങ്ങളിലുള്ളത്, പിന്നെ എന്താ പറയുക, അവരുടെ കല്യാണ വസ്ത്രം, ഹിന്ദു തമിഴിയൻസ്, ക്രിസ്ത്യൻ തമിഴിയൻസിൻ്റെ വസ്ത്രം, അവരുടെ ട്രഡീഷണൽ വസ്ത്രം, അങ്ങനെയൊക്കെയുള്ളതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അവിടുത്തെ ലൈറ്റ് കാണിക്കുന്നുണ്ട്, അവരുടെ അതിൻ്റെ റിഫ്ലക്ഷൻ അവരുടെ മുഖത്തേക്ക് തട്ടുന്നത് കൊണ്ട് ഫേസ് അത്ര ക്ലിയർ ആവുന്നില്ല. പിന്നെ ഭയങ്കര ക്രൗഡും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വീഡിയോ പ്രോപ്പർലി എടുക്കാൻ പറ്റിയില്ല. പറ്റുന്നത് പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മിക്കവരും തന്നെ നമ്മുടെ സൗത്താംപ്ടൺ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പം നമുക്ക് കുറേ ആൾക്കാരെയൊക്കെ നമുക്കറിയാവുന്നവരാണ്, കുറേ ആൾക്കാരെ നമ്മൾ അറിയത്തില്ലാത്തവരാണ്. അപ്പം എന്താ പറയുക, ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ക്യാഷ് ആൻഡ് കാർഡ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് കാർഡും കൊടുക്കാം, അതുപോലെ ക്യാഷും ഉണ്ടായിരുന്നു. ക്യാഷും പേ ചെയ്യായിരുന്നു. അപ്പം ഞാൻ കണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഇംഗ്ലീഷ് ആൾക്കാർ വന്ന് ഇവിടെ, അതായത് ബ്രിട്ടീഷ് ആൾക്കാർ നമ്മുടെ ഫുഡ് വന്ന് മേടിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി ഹോസ്പിറ്റലൊക്കെ ഇതിൻ്റെ എന്താ പറയുക, ആൾക്കാർ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സോഴ്സ് വഴി ഇവർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും എല്ലാം ഇത് ചെയ്തത്. അപ്പം ഇവിടെ ഇവരുടെ തന്നെയാണ് നമ്മൾ ശിവരാത്രിക്ക് ഒരു പ്രാവശ്യം പൂജയ്ക്കൊക്കെ പോയത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ഇവൻറ്റ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പോർട്സ്മൗത്തിൽ നിന്ന് വെറും 15 to 20 മിനിറ്റ്സാണ് സൗത്താമിലേക്ക് യാത്ര. അപ്പം ഇത് ലോഡ്സ് ഹിൽ എന്നുള്ള സ്ഥലത്തായിരുന്നു. അപ്പം അവിടെ എന്താ പറയുക, ഒയാസിസ് അക്കാഡമിയിലായിരുന്നു. അപ്പം ഇങ്ങോട്ട് നമുക്കൊരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വെതറാണെങ്കിൽ നല്ല വെതറായിരുന്നു. ഇപ്പം മഴയും തണുപ്പൊക്കെയാണെങ്കിൽ നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല സണ്ണി വെതറായിരുന്നു. അപ്പം ലൈക്ക് അവിടെ വിശാലമായ പാർക്കുകളും എന്താ പറയുക, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു. അപ്പം അവിടെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കായിരുന്നു. അതുപോലെ കാർ പാർക്കിങ്ങിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒന്ന് കാർ പാർക്ക് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വരില്ല, കാരണം ഇഷ്ടംമാതിരി കാർ പാർക്കിംഗ് അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ദിവസം. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളുമില്ലായിരുന്നു. അപ്പം ശരിക്കും ഒരു ഔട്ടിങ് പോലെ ആയിരുന്നു കേട്ടോ. അപ്പം ധാരാളം ഫുഡ്, അപ്പം നമുക്ക് ഫുഡൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കി കഷ്ടപ്പെടുകയും വേണ്ടായിരുന്നു. നമ്മൾ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പരിപാടിയും, അതായത് അടിപൊളി ഫാഷൻ ഷോയും നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ് കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് മുമ്പ് വന്ന് കണ്ടത് ഹിന്ദു ബ്രൈഡ്, തമിഴ് ബ്രൈഡാണ്. അപ്പം നിങ്ങളത് ആസ്വദിക്കൂ. ഞാൻ ബാക്കി മ്യൂസിക്കിട്ട് കേൾപ്പിച്ചു തരാം. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിൻ്റെ അകത്ത് ഇനി പറയാനുണ്ട്. എല്ലാ വർഷവും ഇത് ഇങ്ങനെ നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി അവരുടെ ഇവൻറ്റ്സുകളൊക്കെ അറിയാനായിട്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ട്സായ സനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാനിത് അറിഞ്ഞത്. അപ്പം എന്താ പറയുക, അങ്ങനെ നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ ഫുഡ്, നമ്മുടെ ഡ്രസ് കോഡുകൾ എല്ലാം ഇവിടെയുള്ളവരും കണ്ടു, ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. Mayor Shields to say a word. Well, so thank you so much for that. I'm Dave Shields, local councillor in Fremantle here in Southampton. Your Lord Mayor of Southampton, the third one of this, at this rank, and 802nd Mayor, going back a long way.
What a fantastic occasion this is. I really, really enjoyed that show just now, and I'm really looking forward now to going around and building on the samples I've tried already for some of those foods. Although I can't pretend that I can eat it all now, I'm going to have to take some home with me. I'm really looking forward to that. What a great occasion, and I hope you raise loads of money for your charities. Thank you, Mayor Shields. And can I please request Mr. Lashbrook, Mayor Lashbrook, to kind of say a few words? Can I please mention? Very much for that flattering introduction. It's been a tremendous honour for us to attend your events, and they just seem to get better and better every time. It's been a wonderful day here, and I'm sure everyone's enjoying it. Thank you very, very much for making us so welcome. And the food, the colour, the music, wow, fantastic. Please, all of you have a wonderful time today. Thank you. Thank you, that's such a beautiful words. That's such a beautiful word. Thank you, and your support will be greatly appreciated in our future events as well. Thank you very much. And without further ado, can I please request all the volunteers to come to center stage to take this moment as an occasion to capture this in our future events. Without your efforts, I don't think we've made this such a great event. Can I please request all the badge holders to come onto the stage for a picture with our mayor and mayoresses. പാനിപ്പൂരി. 6 puris in one plate. Okay. Okay, that's fun. Okay, I will buy that. And this the Tambola. Anyway, I didn't get it. From Washam to come here. Nice man. Guys, thank you. Keep up the spirit. Thank you very much. Hello there, how are you? This is the first time you've been seeing me stand up to food. Wonderful. Now speakers, don't ask me to repeat them, but tell me what you're doing then. I find that too. So, events in this area. അപ്പം ഞങ്ങൾ എല്ലാ ഫുഡും സ്റ്റോളിൽ നിന്നും ആ ഫുഡ് മേടിച്ചോട്ടോ. ഇനി ഫുഡ് മേടിക്കാത്ത ചില സ്ഥലങ്ങളില്ല എന്നത് വേണം പറയാനായിട്ട്. പിന്നെ ചില സ്ഥലത്ത് കാശൊന്നും വർക്ക് ചെയ്യാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കയ്യിൽ കൊണ്ടുപോയ ക്യാഷൊക്കെ തീർന്നു. പിന്നെ ചില സ്ഥലത്ത് കാർഡ് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇത് സെയിം ഏരിയയിൽ തന്നെ ഇങ്ങനെ തിരിതിരെ ഇങ്ങനെ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അത് ഡിക്ലൈൻ ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ ഫുഡൊക്കെ മേടിച്ചത് എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് ഞാനിതൊന്നും കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളവിടെ നിന്ന് ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നല്ല ഗ്രീനറി ആയിട്ട് തോന്നി. അപ്പം നമ്മൾ എന്താ പറയുക, ഹൊബ്ബാട്ട്, പാനിപ്പൂരി, പിന്നെ മസിമിൻസിക്കായ ബജി, പൊറോട്ട, ചിക്കൻ ബിരിയാണി, കപ്പ ബിരിയാണി, അങ്ങനെ പിന്നെ മുറുക്ക്, നമ്മൾ കേട്ടിട്ടില്ലാത്ത പല പല സാധനങ്ങളും ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പം എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോകാതെ എന്നാൽ നമ്മളൊരു ചാരിറ്റി ചെയ്തെന്നുള്ളൊരു സംതൃപ്തിയിൽ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വെതറൊക്കെ കാണാമല്ലോ, നല്ല അടിപൊളി നല്ല സൂപ്പർ വെതറൊക്കെ ആയിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. അപ്പം സാധാരണ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അമ്പലത്തിൽ പോയി ഒക്കെയാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾക്ക് നമ്മുടെ ഭജനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭജനയിൽ പ്രീസ്റ്റൊക്കെ വന്ന് പൂജയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള നമുക്കൊരു സംതൃപ്തി ആയിരുന്നു. അത് കാരണം വലിയ കുഴപ്പമില്ല. അപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നൊരു ഡേ ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റി. അപ്പം നമുക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചേച്ചി എനിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ കാർഡും റോസപ്പൂക്കളും തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പം അതാണ് ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ ആദ്യമേ തുറന്ന് നോക്കിയ
സംഭവം എന്ന് പറയുന്നത്. അപ്പം ചേച്ചിക്ക് താങ്ക് യു വെരി മച്ച്. അപ്പം ഞാൻ സാധാരണ എൻ്റെ എനിക്കൊന്ന് ലാസ്റ്റ് ബർത്ത്ഡേ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കൊടുത്ത് പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് മുന്നത്തെ 40 ആയപ്പോഴത്തേനും നമ്മൾ കുറച്ച് പേരെയൊക്കെ വിളിച്ച് ഇൻവൈറ്റ് ചെയ്ത് നമ്മൾ പാർട്ടി നടത്തിയായിരുന്നു. ഇനി നെക്സ്റ്റ് പാർട്ടി 50 വയസ്സിലല്ലേ ഉള്ളൂ. അപ്പോൾ 50 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുമല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം ഓരോ നിമിഷവും ദൈവം തന്നേക്കുന്ന ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റാണ്. അപ്പം ഓരോ നിമിഷം എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക. അത് സെയിം ടൈം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുക. അപ്പം എന്താ പറയുക, എന്നെ ഒത്തിരി പേര് വിഷ് ചെയ്തിരുന്നു. അപ്പം വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പം എന്താ പറയുക, അതുപോലെ ഇതുവരെ എന്നെ എത്തിച്ച എല്ലാവർക്കും അതുപോലെ ദൈവത്തിനും നന്ദി അറിയിക്കുന്നു. അപ്പം നല്ല ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിന് നമ്മുടെ സനിലിനും താങ്ക് യു വെരി മച്ച്. സനിൽ കാരണമാണ് നമുക്ക് ഈ ഇവൻറ്റിനെ കുറിച്ച് അറിയാനിട വന്നത്. അത് കാരണമാണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പം അതുപോലെ തന്നെ വെതറും നമ്മുടെ ഒപ്പം ആയിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഭയങ്കര പോറിങ് റെയിനും തണുപ്പും പിന്നെ ഒക്കെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടേനെ കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുക, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. വല്ലപ്പോഴൊക്കെ ഒന്ന് എക്സ്ക്യൂസ് അടിച്ച് ഇങ്ങനെയുള്ള കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. പക്ഷേ അതിൻ്റെ സെയിം ടൈമിൽ നന്നായിട്ട് എക്സസൈസും ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.